എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ 78ാമത്തെ സ്വാതന്ത്ര്യദിനമാണ്. 1947 ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങനെ എല്ലാ ഓഗസ്റ്റ് 15-ഉം നമ്മൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമ്മൾ അനുസ്മരിക്കുന്നു. എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഇന്ന് നമ്മളിവിടെ പതാക ഉയർത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ അച്ഛമ്മേനെയാണ് പതാക ഉയർത്തുന്നത്. നമ്മുടെ പതാക ഉയർത്താനായിട്ട് എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സി കാർത്തിക. ഇതറിയാലോ, നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ മോൻ ഗോവിന്ദ്. സോറിയടാ. ബാക്കിയുള്ളവരൊക്കെ ശ്രീകാർത്തികയുടെ കസിൻസ് ആണ്. അവർ ശ്രീകാർത്തിക എന്നെ പരിചയപ്പെടുത്തും. ഇത് ആദിലക്ഷ്മി, ഇത് ശങ്കരി, ഇത് മഹാദേവ്. എൻ്റെ ഇടയ്ക്കൂടെ 2 പേര് വന്ന് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബാ. ഇത് ആദി മഹോജസ്, ഇത് സൂര്യദേവ്. Happy Independence Day, Jai Hind. 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 ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനുണ്ട്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നീ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷവും ഭയം കൂടാതെ ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ അതിർത്തിയാക്കുന്ന ധീര ജവാന്മാരുള്ളത് കൊണ്ടാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഉണ്ണിച്ചേട്ടനും സുനിലേട്ടനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വീഡിയോയ്ക്കൊന്നും വരാതെ മാറി മാറി നിൽക്കുക. ഇനി ഫ്രെയിമിലോട്ട് 2 പേരും ഒന്ന് വന്നേ. എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും ഓർമ്മ വരുന്നത് എന്നാ അറിയോ, ഒരിക്കൽ മഹാത്മാഗാന്ധിയോട് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരാൾ വന്ന് ചോദിച്ചു. അപ്പം അഹിംസയിൽ ഊന്നിയ ഒരു സമരമല്ലേ ഗാന്ധിജി നടത്തുന്നത്. അപ്പം ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഗാന്ധിജിയെ കൊല്ലാൻ വന്നാൽ ഗാന്ധിജി എന്ത് ചെയ്യുമെന്ന് ഇയാൾ കളിയാക്കിക്കൊണ്ടാണ് ഗാന്ധിജിയോട് ചോദിച്ചത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, അയാൾ എന്നെ കൊല്ലാൻ വന്നാൽ എന്നെ കൊന്നേച്ചു പോകുള്ളൂ, പക്ഷേ ഞാൻ അയാളെ കൊല്ലത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷുകാരോട് നല്ല തക്കതായ ഒരു മറുപടി അന്ന് ഗാന്ധിജി പറഞ്ഞതായിട്ട് ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. 1931 ബ്രിട്ടീഷ് പാർലമെൻറ്റ് വെച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പുള്ളി പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് പുള്ളിക്ക് ഒരു യോജിപ്പുമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അത് വേണ്ട വിധം വിനിയോഗിക്കാൻ അറിയാൻ മേല, അത്രയ്ക്കുള്ള ഒരു ജനവിഭാഗമാണെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനോട് പുള്ളിക്ക് യോജിപ്പില്ലായിരുന്നു. പക്ഷേ കാലക്രമേണ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ നമ്മൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് അതായത് അവരുടെ സാമ്പത്തിക നിലയ്ക്ക് മുമ്പിൽ നമ്മുടെ രാജ്യം ചെന്നു എന്നുള്ളതാണ്. ഒത്തിരി സ്വാതന്ത്ര്യം ദുർവിനിയോഗമൊക്കെ ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അതിലും കൂടുതൽ സാമ്പത്തിക വളർച്ച നമുക്ക് കൈവരിക്കാനായി. അതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ മനസ്സിലോട്ട് വന്ന ഒരു കാര്യം. സുല്ലേട്ടൻ സ്വാതന്ത്ര്യദിനായിട്ടൊരു ബോധനം നടത്തി. രാവിലെ തന്നെ നേരത്തെ എത്തി അച്ഛമ്മ വന്ന് പതാകയൊക്കെ ഉയർത്തി തന്നു. അത് തന്നെ വളരെ സന്തോഷമായി. ഇന്ന് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ ജീവത്യാഗം ചെയ്തിട്ട് നമുക്ക് നേടിത്തുന്നൊരു സ്വാതന്ത്ര്യമാണത്. അത് ഇന്ന് നമ്മുടെ തലമുറ അതിൻ്റേതായ രീതിയിൽ വളരെ സന്തോഷത്തോടെ നല്ല രീതിയിലും ആ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും. പിന്നെ നമ്മുടെ ചാനലിനകത്ത് ഈ വീഡിയോ എല്ലാം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം നമ്മൾ ഇന്നൊരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും നമ്മൾ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പായസം കഴിക്കാം. ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ടേ വണ്ടിക്ക് ലോഡൊന്നുമില്ല. കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വണ്ടിയിലെ ഡ്രൈവർമാരും എല്ലാവരും ഉണ്ട് നമുക്കിന്ന് ഇവിടെ. ചായ്മോനും അജീഷ് ബ്രോയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെ, അജീഷാണ് നമ്മുടെ ഇവിടെ പായസമൊക്കെ വിളമ്പാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്.